all, welcome to once. നമ്മൾ ഇന്ന് S4 കമ്പ്യൂട്ടർ സയൻസിന്റെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിലെ മൊഡ്യൂൾ 1 ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നോക്കുന്നത്. അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അപ്പൊ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനകത്ത് എങ്ങനെയാണ് ഓപ്പറേറ്റേഴ്സ് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ അഡ്രസ്സിംഗ് മോഡ്സ് ഡിഫൈൻ ഹൗ ആൻ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈ ഇറ്റ്സ് ഓപ്പറൻസ്. ഓപ്പറൻസിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്തേക്കുന്നത്, ഓപ്പറൻസിനെ എങ്ങനെ സ്പെസിഫൈ ചെയ്തേക്കുന്നതെന്ന് പറയുന്നതാണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മള് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനകത്ത് പഠിക്കുക, ആർക്കിടെക്ചറിനകത്ത് RISC-V എന്ന് പറഞ്ഞ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും പറയുന്നത്. അപ്പൊ ആ RISC-V 4 ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, എങ്ങനെയാണ് ഓപ്പറൻസിനെ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ഓപ്പറൻസിനെ സ്പെസിഫൈ ചെയ്തേക്കുന്നത് എന്ന് പറയുന്നതിനാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ RISC-V 4 ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. ഒന്ന് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സ്, പിന്നെ ഉള്ളത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ്, പിന്നെ ബേസ് അഡ്രസ്സിംഗ് മോഡ്സ്, അതുപോലെ തന്നെ PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്സ്. അങ്ങനെ 4 അഡ്രസ്സിംഗ് മോഡ്സ് ഉള്ളത്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഈ ഫസ്റ്റ് 3 അതായത് നമ്മുടെ രജിസ്റ്റർ, ഇമ്മീഡിയറ്റ്, ബേസ്, ഈ 3 എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ മോഡ്സ് ഓഫ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഓപ്പറൻസ്. അപ്പൊ ഈ 3 ഓപ്പറൻസിനെ റീഡ് ചെയ്യുന്ന റൈറ്റ് ചെയ്യുന്ന അത് എങ്ങനെയാണെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 3 മോഡ്സ് രജിസ്റ്റർ, ഇമ്മീഡിയറ്റ് ആൻഡ് ബേസ്, ആ 3 അഡ്രസ്സിംഗ് മോഡ്സും ഓപ്പറൻസിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യുന്നതെന്നാ പറയുന്നത്. അതേസമയം ലാസ്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് അതായത് PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്സ്. PC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ ആണ്. പ്രോഗ്രാം കൗണ്ടറിനകത്ത് എപ്പോഴും കാണുക കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന് സ്റ്റാർട്ടിങ്ങിൽ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ അതിന്റെ അഡ്രസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിന്റെ അഡ്രസ് ആയിരിക്കും കാണുക. അപ്പൊ PC റിലേറ്റീവ് അഡ്രസ്, PC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ ആണ്. അത് ഡിഫൈൻ ചെയ്യുന്ന മോഡ്സ് ഓഫ് റൈറ്റിംഗ് ദ പ്രോഗ്രാം കൗണ്ടർ. എങ്ങനെ പ്രോഗ്രാം കൗണ്ടറിന് മോഡ്സ് എങ്ങനെയാണ്, അതിനെങ്ങനെ റൈറ്റ് ചെയ്യുക, അതിന്റെ സ്പെസിഫിക് അഡ്രസ് ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 4 എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, രജിസ്റ്റർ ഓൺലി അഡ്രസ്സിംഗ് മോഡ്സ്. അപ്പൊ രജിസ്റ്റർ ഓൺലി അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് രജിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു ഇൻസ്ട്രക്ഷനകത്ത് രജിസ്റ്റേഴ്സ് മാത്രമാണ് ഉള്ളൂ എങ്കിൽ, അതായത് സോഴ്സും ഡെസ്റ്റിനേഷനും, നമ്മൾ സോഴ്സ് ഓപ്പറൻഡ് എടുക്കുവാണ്, ഡെസ്റ്റിനേഷൻ ഓപ്പറൻസ് എടുക്കുവാണ്. അപ്പൊ അത് രണ്ടും രജിസ്റ്റേഴ്സ് ആണ് എങ്കിൽ, അത് രണ്ടും രജിസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞത്. അപ്പൊ രജിസ്റ്റർ ഉള്ളി അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് രജിസ്റ്റർ ഉള്ളി അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് എന്താണ്, ആ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതെന്താണ് രജിസ്റ്റർ ഓൺലി അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കുവാണ്. ഇപ്പൊ ഞാൻ R0, R1, R2 എന്ന് എടുത്തു എന്ന് വെച്ചു. ഇതിനകത്ത് ഈ R1 ഉം R2 ഉം എന്താണ്, നമ്മുടെ സോഴ്സ് ഓപ്പറൻസ് ആണ്. R0 എന്താണ്, ഡെസ്റ്റിനേഷൻ ഓപ്പറൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇതിന്റെ മീനിങ് എന്താ, R0 ഇംപ്ലൈസ് R1 പ്ലസ് R2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R1, R2 എന്ന് പറഞ്ഞ രജിസ്റ്റേഴ്സിനകത്ത് 2 ഡേറ്റ ഉണ്ട്. അതിനെ ആഡ് ചെയ്ത് R0 എന്ന് പറഞ്ഞ രജിസ്റ്റർ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. അപ്പൊ ഇത് R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്, R ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ R ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്താണ്, രജിസ്റ്റർ ഓൺലി അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷനകത്ത് ഓപ്പറൻസ്, ഇതിനെയാണ് ഓപ്പറൻസ് എന്ന് പറഞ്ഞാൽ R0, R1, R2 ഒക്കെയാണ് ഓപ്പറൻസ്. അപ്പൊ ആ ഓപ്പറൻസിനെ, ആ ഇൻസ്ട്രക്ഷനകത്തുള്ള ഓപ്പറൻസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യുന്നത്. അത് എന്താണെന്നത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഓപ്പറൻസ് എല്ലാം രജിസ്റ്റേഴ്സ് ആണ്. സോഴ്സും 2 സോഴ്സ് ഓപ്പറൻസും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ഓപ്പറൻസും രജിസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനെന്ന് പറയും, രജിസ്റ്റർ ഓൺലി അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, രജിസ്റ്റർ ഓൺലി അഡ്രസ്സിംഗ് മോഡ് യൂസസ് രജിസ്റ്റേഴ്സ് ഫോർ ഓൾ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഓപ്പറൻസ്.
എല്ലാ സോഴ്സിനും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റും രജിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ന് പറയും രജിസ്റ്റർ ഓൺലി അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് രജിസ്റ്റേഴ്സും കാണും, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വാല്യൂയും കാണും, അതായത് ഇമ്മീഡിയറ്റ് ഓപ്പറൻറ്റും കാണും. രജിസ്റ്റേഴ്സും കാണും, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഓപ്പറൻറ്റും കാണും. അപ്പൊ അങ്ങനെയുള്ള അഡ്രസ്സിംഗ് മോഡ്സിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞത്. അപ്പൊ രജിസ്റ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറൻസ് ആയിട്ട് രജിസ്റ്റേഴ്സും ഉണ്ട്, ഇമ്മീഡിയറ്റ് ഓപ്പറൻസും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് നോക്കാം. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് യൂസേഴ്സ് ആൻഡ് ഇമ്മീഡിയറ്റ് അലോങ് വിത്ത് രജിസ്റ്റേഴ്സ് ആസ് ഓപ്പറൻറ്റ്. ഇമ്മീഡിയറ്റിന്റെ കൂടെ രജിസ്റ്റേഴ്സും കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, നമ്മൾ ഇൻസ്ട്രക്ഷൻസിന്റെ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഇമ്മീഡിയറ്റ് ടൈപ്പ് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അത് സച്ചാസ് ആഡ് ഇമ്മീഡിയറ്റ്, അതുപോലെ ആഡ് ഇമ്മീഡിയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും, അതിന് ആഡ് ചെയ്യാനുള്ളതാണ് ആഡ് ഇമ്മീഡിയറ്റ്. അപ്പൊ അതുപോലെ തന്നെ എക്സോർ ആണ്. എക്സോർ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സോർ ഇമ്മീഡിയറ്റ് ആണ്, ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ടാവും, അത് നമ്മൾ രജിസ്റ്ററിലുള്ള വാല്യൂ ഇമ്മീഡിയറ്റ് വാല്യൂ ആണ് തമ്മിൽ എക്സോർ ചെയ്തിട്ട് നമ്മൾ ഒരു കറസ്പോണ്ടിങ് രജിസ്റ്റർ കൊണ്ട് സ്റ്റോർ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ളതാണ് എക്സോർ ഇമ്മീഡിയറ്റ്. അപ്പൊ അതുപോലെ അങ്ങനെ പല ഉണ്ട്, സബ് ഇമ്മീഡിയറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ ആൻഡ് ഇമ്മീഡിയറ്റ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം എന്താണ് ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ അത് യൂസസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് വിത്ത് 12 ബിറ്റ് സൈൻഡ് ഇമ്മീഡിയറ്റ്. അപ്പൊ ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷന്റെ കൂടെ എന്താ ഉള്ളത്, ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ഉണ്ട്, അത് 12 ബിറ്റ് സൈൻഡ് ഇമ്മീഡിയറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് വിത്ത് 12 ബിറ്റ് സൈൻഡ് ഇമ്മീഡിയറ്റ്, ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഇനി ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് വിത്ത് ആൻ ഇമ്മീഡിയറ്റ് ഷിഫ്റ്റ് എമൗണ്ട്. ഓക്കെ, അപ്പൊ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻ, ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക് ഉണ്ട്, ഷിഫ്റ്റ് റൈറ്റ് ലോജിക് ഉണ്ട്, ഷിഫ്റ്റ് അരിത്തമെറ്റിക് റൈറ്റ് അരിത്തമെറ്റിക് ഉണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ എല്ലാം ഐ വരുവാന്ന് വെച്ചു. അപ്പൊ ഷിഫ്റ്റ് ലോജിക് ലെഫ്റ്റ് ലോജിക് ഇമ്മീഡിയറ്റ്, ഷിഫ്റ്റ് റൈറ്റ് ലോജിക് ഇമ്മീഡിയറ്റ്, അതുപോലെ തന്നെ ഷിഫ്റ്റ് റൈറ്റ് അരിത്തമെറ്റിക് ഇമ്മീഡിയറ്റ്. അപ്പൊ ഇതെല്ലാം എന്താണ്, ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വാല്യൂ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എൻകോഡേഴ്സ് ഇൻ 5 ബിറ്റ് ആണ്. അപ്പൊ 5 ബിറ്റ് ആയിട്ടാണ് നമ്മൾ എൻകോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. 5 ബിറ്റ് അൺസൈൻഡ് ഇമ്മീഡിയറ്റ് വാല്യൂ ആണത്. അപ്പൊ അത് നമ്മൾ എൻകോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ എൻകോഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 0 തൊട്ട് 4 വരെയുള്ള ഇമ്മീഡിയറ്റ് വാല്യൂയിലാണ്, ആ ബിറ്റിലാണ് നമ്മളത് എൻകോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എൻകോഡ് ചെയ്യുന്ന 0 തൊട്ട് 4 വരെയുള്ള ഇമ്മീഡിയറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, 5 ബിറ്റ് അൺസൈൻഡ് ഇമ്മീഡിയറ്റ് വാല്യൂ ആയിരിക്കും. അതാണ് ഷിഫ്റ്റ് എമൗണ്ട് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രയായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എമൗണ്ട്. അപ്പൊ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്താണ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാണ്ട് കുറെ ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ലോഡ് വേർഡ് ഉണ്ട്, ലോഡ് ബൈറ്റ് ഉണ്ട്, ലോഡ് ഹാഫ് വേർഡ് ഉണ്ട്. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസും എന്തുണ്ട്, അതെല്ലാം ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. പക്ഷെ അത് എന്ത് ടൈപ്പ് അല്ല, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ടൈപ്പ് അല്ല, അത് ബേസ് അഡ്രസ്സിൽ വരുന്നതാണ്. ഓക്കെ, കാരണം അത് മെമ്മറി ആക്സസിൽ വരുന്നതാണ്, അതല്ല ബേസ് അഡ്രസ്സിംഗ് മോഡിലോട്ട് വരും. അപ്പൊ ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് കരുതി എല്ലാ ഇൻസ്ട്രക്ഷൻസും, അതായത് ഇമ്മീഡിയറ്റ് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്തല്ല, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് അല്ല യൂസ് ചെയ്യുന്നത്, അത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്റ്റർ ഉണ്ടാവും, രജിസ്റ്റർ ഓപ്പറന്റിന്റെ കൂടെ ഈ ഒരു ഇമ്മീഡിയറ്റ് ഓപ്പറന്റിനെ കൂടുവാണെങ്കിൽ നമ്മൾ അതിനാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞത്. അപ്പൊ മെയിൻ ആയിട്ടും ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസും എന്തല്ല, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് അല്ല. അതായത് ഇപ്പൊ ലോഡും സ്റ്റോറും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ലോഡ് അഡ്രസ്സിംഗ് മോഡ്, ലോഡ് വേർഡ് ഉണ്ട്, ലോഡ് ബൈറ്റ് ഉണ്ട്, ലോഡ് ഹാഫ് വേർഡ് ഉണ്ട്. അതെല്ലാം എന്താണ്, ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ബട്ട് അതെന്തല്ല, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ വരുന്നതല്ല. ഓക്കെ, അപ്പൊ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതെല്ലാം എന്താണ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പൊ കോമൺലി പറയുവാണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷന്റെ കൂടെ ഐ വെച്ച് വരുന്നതെല്ലാം എന്തായിരിക്കും, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കൂടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ കൊടുക്കുവാണ് ആഡ് ഐ A0, A1 ഒരു
40 എന്ന് കൊടുക്കുവാന്ന് വെച്ചു. അപ്പൊ ഈ 40 എന്നുള്ളത് എന്താണ്? ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്. ഇതിന്റെ മീനിങ് എന്താ? A0 implies A1 plus 40. അപ്പൊ 40 എന്ന് പറയുന്ന 12 ബിറ്റ് അൺസൈൻഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് സൈൻഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് വാല്യൂന്റെ കൂടെ, അൺസൈൻഡ് അല്ല സൈൻഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് വാല്യൂ ഈ A1ന്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് A0യിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഓപ്പറൻറ്റും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞത്. ഇവിടെ രജിസ്റ്റേഴ്സ് ആണ്, A0യും A1ഉം ഒക്കെ എന്താണ്? രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ രജിസ്റ്റേഴ്സും ഉണ്ട്, ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. പിന്നെ ഡൈ ചേർത്ത് വരുന്നതല്ല ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കൂടെ വരുന്നതാണ്. പിന്നെ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഇമ്മീഡിയറ്റ് ഉണ്ട്, അതെല്ലാം എന്താണ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കൂടെ വരുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് അഡ്രസ്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ബേസ് അഡ്രസ്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മെമ്മറി ആക്സസ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്താണ്? ബേസ് അഡ്രസ്സിംഗ് മോഡിന്റെ കൂടെ വരുന്നതാണ്. അതായത് നമുക്ക് ലോഡ് ഇൻസ്ട്രക്ഷൻസും ഉണ്ട്, മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും ഉണ്ട്, അതുപോലെ സ്റ്റോർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അതെന്താണ്? മെമ്മറി ഈ ആക്സസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. മെമ്മറിനെ ആക്സസ് ചെയ്യാൻ, ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് ലോഡ് ചെയ്യുക, ആ മെമ്മറിയിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുക, അതെല്ലാം എന്താണ്? മെമ്മറി ആക്സസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതെല്ലാം ഏത് അഡ്രസ്സിന്റെ കീഴിൽ വരുന്നതാണ്? ബേസ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അപ്പൊ മെമ്മറി ആക്സസ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്താണ്? ബേസ് അഡ്രസ്സിന്റെ കൂടെ വരുന്നതാണ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പൊ ലോഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. LW എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡ് വേർഡ്, SW എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ വേർഡ് ആണ്. അതെല്ലാം എന്താണ്? ബേസ് അഡ്രസ്സിംഗ് ആണ്. അതുപോലെ ലോഡ് വേർഡ് ഉണ്ട്, ലോഡ് ബൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോഡ് ഹാഫ് വേർഡ് ഉണ്ട്, അൺസൈൻഡ് ഉണ്ട്, അതുപോലെ സൈൻഡും ഉണ്ട്. ഇത് സൈൻഡ് അൺസൈൻഡ്, ലോഡ് ഹാഫ് വേർഡ് അൺസൈൻഡ് ഉണ്ട്, ലോഡ് ബൈറ്റ് അൺസൈൻഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോർ വേർഡ് ഉണ്ട്, സ്റ്റോർ ബൈറ്റ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. അതെല്ലാം എന്താണ്? സ്റ്റോർ ഓപ്പറേഷൻസും അല്ലെങ്കിൽ സ്റ്റോർ ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ലോഡ് ഇൻസ്ട്രക്ഷൻസും ആണ്. അതെല്ലാം എന്താണ്? മെമ്മറി ആക്സസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതെല്ലാം എന്താണ്? ബേസ് അഡ്രസ്സിംഗിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഇത് എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദി മെമ്മറി ഓപ്പറൻഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദ ബേസ് അഡ്രസ് ഇൻ ദി രജിസ്റ്റർ RS1 to the sign extended 12-bit offset found in the immediate field. അപ്പൊ നമ്മൾ എഫക്റ്റീവ് മെമ്മറിയിലെ ഓപ്പറൻഡിന്റെ എഫക്റ്റീവ് അഡ്രസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ RS1 അതായത് ഫസ്റ്റ് സോഴ്സ് രജിസ്റ്ററിൽ ഒരു ബേസ് അഡ്രസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ സൈൻ എക്സ്റ്റെൻഡഡ് ബൈ 12-bit ഓഫ്സെറ്റ് ഫൗണ്ട് ഇൻ ദി ഇമ്മീഡിയറ്റ് ഫീൽഡിൽ ഒരു ഓഫ്സെറ്റ് വാല്യൂ ഉണ്ടാവും. അത് രണ്ടും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ മെമ്മറിയുടെ കറസ്പോണ്ടിങ് എഫക്റ്റീവ് അഡ്രസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലോഡ്സ് ഉണ്ട്, ലോഡ്സ് ഐ ടൈപ്പ് ഉണ്ട്. അപ്പൊ അതെല്ലാം എന്താ? ലോഡ്സ് ആർ ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സ്റ്റോൾസ് ആർ എസ് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ ലോഡ്സ് എന്ന് പറഞ്ഞ ലോഡ്സിലുള്ള വരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസ് എന്താണ്? ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതുപോലെ തന്നെ സ്റ്റോർ എന്താണ്? എസ് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസ് അഡ്രസ്സിംഗിൽ വരുന്നത്. ലോഡും സ്റ്റോറും ഇൻസ്ട്രക്ഷൻസ് എല്ലാം ബേസ് അഡ്രസ്സിന്റെ കീഴിലായിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ PC റിലേറ്റീവ് അഡ്രസ്സിംഗ് ആണ്. PC റിലേറ്റീവ്, PC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് ആണ്. അപ്പൊ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസും അല്ല ജമ്പ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ജമ്പ് ആൻഡ് ലിങ്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം എന്താണ്? PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിൽ വരുന്നതാണ്. സ്പെസിഫൈ ചെയ്ത ന്യൂ വാല്യൂ ഓഫ് PCയുടെ ന്യൂ വാല്യൂ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ PCയുടെ ന്യൂ വാല്യൂ നമ്മൾക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ്ലി ഉള്ള PCയുടെ വാല്യൂയുടെ കൂടെ ആ ഇമ്മീഡിയറ്റ് ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, ടാർഗറ്റ് അഡ്രസ് ഉണ്ടാവുമല്ലോ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യും. അതായത് ബ്രാഞ്ച് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ജമ്പ് ചെയ്യുമായിരിക്കും. അപ്പൊ നമുക്ക് കറണ്ട് അഡ്രസ് PCയുടെ കറണ്ട് അഡ്രസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദ സൈൻഡ് ഓഫ്സെറ്റ് എൻകോഡഡ് ഇൻ ദി ഇമ്മീഡിയറ്റ് ഫീൽഡ് ഓഫ് ഈസ് ആഡഡ് ടു ദി PC ടു ഒബ്റ്റെയിൻ ദ ടാർഗറ്റ് അഡ്രസ്. ഓക്കെ, അപ്പൊ സൈൻഡ് ഓഫ്സെറ്റ് എൻകോഡഡ് ഇൻ ദി ഇമ്മീഡിയറ്റ് ഫീൽഡ്, ആ ഇമ്മീഡിയറ്റ് ഫീൽഡ് ഉണ്ടാവും. ഇപ്പൊ ബ്രാഞ്ച് ഇപ്പൊ JL ഒരു AR എന്ന് പറഞ്ഞൊരു റിട്ടേൺ രജിസ്റ്റർ ഉണ്ടാവും. നമ്മൾ ടാർഗറ്റ് എന്ന് കൊടുക്കുവാന്ന് വെച്ചു. ഈ ടാർഗറ്റ് എന്നുള്ളതാണ് നമുക്ക് ജമ്പ് ചെയ്യാനുള്ള ലേബിള്. അപ്പൊ ഈ AR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ, അതായത് തിരിച്ച് റിട്ടേൺ ചെയ്യാനുള്ള രജിസ്റ്ററിലുള്ള അഡ്രസ് ആയിരിക്കും. അപ്പൊ ഈ
ഇത് ജമ്പ് ആൻഡ് ലിങ്ക് ആണ്. അപ്പൊ റിട്ടേൺ ചെയ്യാനുള്ള അഡ്രസ്സും അതിന്റെ കൂടെ നമ്മൾ കൊടുക്കും. അപ്പൊ JL ടാർഗറ്റ് എന്നാണ് അതിന്റെ മെയിൻ. ടാർഗറ്റ് എന്നുള്ള ലേബൽ ഏതാണോ അതിന്റെ അഡ്രസ്സും ആ കറസ്പോണ്ടിങ് അതിനെയാണ് നമ്മൾ സൈൻഡ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇമ്മീഡിയറ്റ് ഫീൽഡ്. അതിന്റെ അഡ്രസ്സും അതുപോലെ തന്നെ എന്ത് ചെയ്യും, ആ കറസ്പോണ്ടിങ് അവിടെ ഒരു അഡ്രസ് ഉണ്ടാവും, അതും ആ ഇമ്മീഡിയറ്റ് ഫീൽഡിന്റെ വാല്യൂന്റെ കൂടെ PC-യുടെ കറണ്ട് വാല്യൂ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത്, നമ്മുടെ ടാർഗറ്റ് അഡ്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ടാർഗറ്റ് കറസ്പോണ്ടിങ് അഡ്രസ് എന്താണോ എങ്ങോട്ടാണ് ജമ്പ് ലേബലിന്റെ അഡ്രസ് അങ്ങനെ കിട്ടുക. കറണ്ട് അഡ്രസ് PC-യുടെ വാല്യൂന്റെ കൂടെ ആ ഇമ്മീഡിയറ്റ് ഫീൽഡിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്യുമ്പോൾ കറണ്ട് അഡ്രസ് കിട്ടും. അതായിരിക്കും ന്യൂ PC. ഹെൻസ് ദ ടാർഗറ്റ് അഡ്രസ് ഇസ് സെഡ് ടു ബി റിലേറ്റീവ് ടു ദി കറണ്ട് PC. അപ്പൊ ടാർഗറ്റ് അഡ്രസ് എന്തായിരിക്കും, കറണ്ട് PC-യുടെ വാല്യൂ ആയിട്ട് റിലേറ്റ് ആയിരിക്കും എന്ന് പറയും. ഓക്കെ, പിന്നെ അത് റിട്ടേൺ ചെയ്യാനുള്ള അഡ്രസ് നമ്മുടെ കറസ്പോണ്ടിങ് റിട്ടേൺ അഡ്രസ് അതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ടാവും, അതിലേക്ക് നമുക്ക് റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, ഈ ജമ്പ് ആൻഡ് ലിങ്ക് എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ ജമ്പ് ഇൻസ്ട്രക്ഷനോട് പറഞ്ഞിട്ടുള്ള. ഓക്കെ, ഇനി ബ്രാഞ്ചസ് ആൻഡ് jump instruction JAL uses 30 to 21 bit signed immediate respectively for offset. അതായത് ബ്രാഞ്ച് ആണെങ്കിൽ 13 ബിറ്റ് ഇമ്മീഡിയറ്റ് വാല്യൂവും അതുപോലെ തന്നെ 21 ജമ്പ് ആണെങ്കിൽ 21 ബിറ്റ് ഇമ്മീഡിയറ്റ് വാല്യൂമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ഓഫ്സെറ്റ് വാല്യൂ അതാണ് യൂസ് ചെയ്യുന്നത്. 13ലും 12ലും ഓരോ ബിറ്റ് ലാസ്റ്റ് LSB 0 ആയിരിക്കും. അത് ഇനീഷ്യലി നമ്മൾ എൻകോഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ള. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ PC റിലേറ്റഡ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ PC റിലേറ്റഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ ജമ്പ് ഇൻസ്ട്രക്ഷനുമാണ് PC റിലേറ്റഡ് അഡ്രസ്സിംഗ് മോഡ് വന്നത്. അപ്പൊ അവിടെ പുതിയ PC-യുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ കറന്റ് ഉള്ള PC-യുടെ വാല്യൂടെ ആ ഇമ്മീഡിയറ്റ് ഫീൽഡിന്റെ വാല്യൂടെ ആഡ് ചെയ്ത ന്യൂ PC-യുടെ വാല്യൂ നമുക്ക് കിട്ടും. കറന്റ് ഉള്ള PC-യുടെ വാല്യൂടെ കൂടെ ഇമ്മീഡിയറ്റ് ഫീൽഡ് ഉണ്ടല്ലോ അതിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂ PC-യുടെ വാല്യൂ കിട്ടും. അതായിരിക്കും അതിന്റെ റിലേറ്റീവ് അഡ്രസ്, പുതിയ ടാർഗറ്റ് അഡ്രസ് അല്ലെങ്കിൽ റിലേറ്റീവ് അഡ്രസ് തോന്നും. ഓക്കെ, സോറി. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ സെഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ കാര്യം. അഡ്രസ്സിംഗ് മോഡ്സ് ആണ് പറഞ്ഞത്. അപ്പൊ അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് രജിസ്റ്റർ ഓൺലി ഉണ്ട്. അപ്പൊ രജിസ്റ്റർ ഓൺലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂങ്കിൽ നമ്മൾ അതിനെ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. സോഴ്സും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ എല്ലാം രജിസ്റ്റേഴ്സ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഇമ്മീഡിയറ്റ് ആണ്. ഇമ്മീഡിയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രജിസ്റ്ററിൽ നമ്മൾ രജിസ്റ്റർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഐ ടൈപ്പ് എന്ന് പറയാമെങ്കിലും ഓൾ ഐ ടൈപ്പ് വരില്ല. സ്റ്റോറും LW ഒഴികെ, LW ലോഡ് ഇൻസ്ട്രക്ഷൻസ് ഒഴികെയുള്ളതെല്ലാം എന്താണ് നമുക്ക് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സിൽ പറയാം. അപ്പൊ പിന്നെ ഉള്ളത് ബേസ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. ബേസ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറും ലോഡും പറയാം, ലോഡ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ്. അവിടെ ബ്രാഞ്ചും ജമ്പും വരുന്നത്. ബ്രാഞ്ച് ജമ്പ് ഇത്ര ഓർത്തിരിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സിനകത്ത് വരുന്നത്. അപ്പൊ രജിസ്റ്റർ ഒന്ന് പറയുകയാണെങ്കിൽ രജിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം വരും. അതായത് രജിസ്റ്റർ ഉള്ളി ആയിരിക്കും. ഇമ്മീഡിയറ്റിനകത്ത് ടൈപ്പ് വരുമെങ്കിൽ നമ്മൾ ലോഡ് ഇൻസ്ട്രക്ഷൻസിന് ഒഴികെയുള്ള എല്ലാം എന്തിൽ വരും, ഇമ്മീഡിയറ്റിൽ വരും. ബേസിലാണെങ്കിൽ സ്റ്റോറും ലോഡും അത് ഇൻസ്ട്രക്ഷൻസിൽ ഉള്ള എല്ലാം ബേസ് അഡ്രസ്സിന്റെ കീഴിലാണ് വരുന്നത്. PC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചും ജമ്പുമാണ്. അപ്പൊ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. രജിസ്റ്റർ ടൈപ്പ് ഏതൊക്കെയാണ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിനകത്ത് എന്താണെന്നുള്ളത് നോക്കുക. ഈ 4 ഒന്ന് അറിഞ്ഞിരിക്കുക. രജിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ മാത്രമേ ഉള്ളൂ, രജിസ്റ്റർ ടൈപ്പ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ രജിസ്റ്റർ മാത്രമേ അതിനകത്ത് വരുള്ളൂ. ടൈപ്പ് മാത്രം, ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ വരുന്നത്. ഇമ്മീഡിയറ്റിനകത്താണെങ്കിൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ അകത്ത് വരുന്ന ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് ലോഡ് ഇൻസ്ട്രക്ഷൻസ് വരില്ല. അത് ഒഴികെയുള്ള ബാക്കിയെല്ലാം മോസ്റ്റ്ലി ഇട്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സിലെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കാണുന്നത്. പിന്നെ ബേസ് ആണെങ്കിൽ മെമ്മറി ആക്സസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് സ്റ്റോറും ലോഡും ഇൻസ്ട്രക്ഷൻസ് എന്നാണ് ബേസ് അഡ്രസ്സിംഗ് മോഡിലാണ്. PC-യിലാണെങ്കിൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസും ജമ്പ് ഇൻസ്ട്രക്ഷൻസും ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ന്യൂ PC-യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ഫീൽഡ് അവിടെ യൂസ് ചെയ്തിട്ട് ന്യൂ PC-യുടെ വാല്യൂ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ അഡ്രസ്സിംഗ് മോഡ്സ്. അപ്പൊ വേറെ സെഷൻസുമായിട്ട് വീണ്ടും കാണാം. കീപ് വാച്ചിങ് മൺസ്. താങ്ക് യു.